ശബരിമലയേക്കാൾ പ്രശസ്തമായിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സ്ത്രീകളുടെ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞശാലയായിട്ട് തിരുവനന്തപുരം തന്നെ അങ്ങ് മാറുന്ന ഒരു സന്ദർഭമാണത് അല്ലേ? ശബരിമലയേക്കാൾ ഖ്യാതി നേടിക്കഴിഞ്ഞു. ആരൊക്കെയാണ് വരുന്നത്? വിദേശത്തു നിന്നുള്ള മദാമ്മമാർ, അതുപോലെ സിനിമാ നടികൾ എല്ലാവരും തന്നെ നിരന്നിരുന്ന് ഓരോ വർഷം കഴിയുന്തോറും ഇന്ന് നീളം കൂടി ഇപ്പോൾ പാളയവും കഴിഞ്ഞ് അങ്ങ് വെഞ്ഞാറമ്മൂട് വരെ എത്തിക്കഴിഞ്ഞു അല്ലേ? അവിടെ ഇരുന്നാൽ പോലും പിന്നെയും നീളുന്ന ഒരു ക്യൂവും അതിന്റെ ആളും ബഹളവും ഒക്കെ കണ്ടവർ പോയിക്കൊണ്ടിരിക്കുക. എത്ര പേരാണ്, എത്ര സ്പെഷ്യൽ ട്രെയിൻ ദിവസവും ഈ ഇടുന്നതിന്റെ കിലോമീറ്റർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇപ്പൊ KGM സമരത്തിലാണല്ലോ. KGM സമരത്തില ഇതിന് വേണ്ടിയിട്ട് പിൻവലിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന മിക്കവാറും അദ്ദേഹം KGM എന്തെങ്കിലും പണി കാണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ അവന്മാർ വേണ്ട, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നുള്ള ഡോക്ടർമാർ ഇവിടെ വരും. അവർ നിപ്പയുടെ കാലത്തും അതുപോലെ കോവിഡിന്റെ കാലത്തും ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല അട്ടിമറിക്കാൻ ശ്രമിച്ചു. നഗരത്തിലെ ജനങ്ങൾക്ക് വെള്ളം കൂടി ഏകദേശം 50ഓളം വാർഡുകളിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന പല വാർഡുകളിലും വെള്ളമില്ലാതെ വാട്ടർ അതോറിറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഡോക്ടർമാരുടെ ബഹിഷ്കരണം, പിന്നെ ഇല്ലാത്ത കഥകൾ സോഷ്യൽ മീഡിയയിൽ പടച്ചു വിട്ടുകൊണ്ട് ഈ പൊങ്കാലയ്ക്ക് ഒരു വലിയ ഭീതി ഉണ്ടാക്കൽ. കാരണം ഈ ഡോക്ടർമാരുടെ ബഹിഷ്കരണം എന്നൊക്കെ കേൾക്കുമ്പോൾ വയസ്സായ ആളുകൾക്ക് ഒരു ഭയമായിരിക്കും, നമ്മൾ പോയാൽ ഇനി ചികിത്സ കിട്ടില്ലേ. ഒന്നാമത് നല്ല വെയിലും കൂടിയാണ് ആ സമയമാവും. അപ്പൊ അത്തരത്തിൽ തലകറക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമൊക്കെ ഉണ്ടായാൽ ചികിത്സിക്കാൻ ആര് എന്നൊക്കെ പലരും ചിലപ്പോൾ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കമൊക്കെ ആരോ മനസ്സിൽ കണ്ടിട്ടാണ് എങ്ങനെയും ഇതിനെ ഇല്ലാതാക്കാമെന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കിയത്. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ആദ്യമേ അതിനെ ഒരു ബൗണ്ടറി അങ്ങ് ഇട്ടു. തൽക്കാലം ആറ്റുകാൽ പൊങ്കാല തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം പുറത്തിറക്കണ്ട. പൊങ്കാല അത് ജനങ്ങളുടേതാണ്. അത് കൃത്യമായി ഇത്രയും കാലം എങ്ങനെയാണോ നടന്നത് അതുപോലെ നടക്കട്ടെ. അതിലും നന്നായി നടത്തിയാൽ അത് കുറച്ചുകൂടി നല്ലത്. ഇത്രയും നാൾ നടത്തിയതിനേക്കാൾ നന്നായി നടത്തി. ഇത്രയും നാളും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നടന്നുപോയത്. നമുക്കൊരു തെറ്റും പറയാൻ കഴിയില്ല. അതിലും കുറച്ചുകൂടി മികച്ചതായി നടത്താൻ അവർക്ക് കഴിയുമെങ്കിൽ അത് അവരുടെ നല്ല രീതിയിലുള്ള നേതൃത്വത്തിന്റെ ഗുണം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.